തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്നാണ് ഉണ്ടാവുക. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗം ഇന്ന് ചേരുന്നുണ്ട്. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നാണ് ദേവസ്വങ്ങളുടെ ആവശ്യം. കുടമാറ്റവും മഠത്തിൽ വരവും ഉൾപ്പെടെ ചടങ്ങുകൾ നടത്തണം. അതേസമയം ദുരന്ത സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരിക്കും നടത്തുക? ഈ വെടിക്കെട്ട് ഒഴിവാക്കുമെന്നുള്ള തീരുമാനത്തിലെത്താനാണോ സാധ്യത? മറ്റൊന്ന്, ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥയാണ്. അവരൊക്കെ എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. 4 പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്, അല്ലേ അഭിജിത്ത്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. റോഷ്നി ഷിയാസ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി വിളിച്ചൊരു സംയുക്ത യോഗമുണ്ട്. അതിൽ പാറമേക്കാവും തിരുവമ്പാടിയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അവർ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ വെടിക്കെട്ട് ഒഴിവാക്കി മറ്റ് ചടങ്ങുകളെല്ലാം ആ രീതിയിൽ തന്നെ പ്രൗഢമായ രീതിയിൽ തന്നെ പൂരം നടത്തുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ദുഃഖാചരണം ആചരിക്കുക, അങ്ങനെ പൂരം ആ രീതിയിൽ തന്നെ നടത്തുക, അതാണ് ഒരു പൊതുവികാരം എന്ന ഒരു അഭിപ്രായത്തിലാണ് നിലവിലേതായാലും ഈ പാറമേക്കാവും തിരുവമ്പാടി ദേവസ്വങ്ങളുള്ളത്. അവർ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. തങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കില്ല എന്നുള്ള കാര്യം സർക്കാരും നിലവിൽ ഒരു തീരുമാനമായി കൈക്കൊണ്ടിട്ടുണ്ട്, അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഒഴിവാക്കി പഴയതുപോലെ തന്നെ ആചാരങ്ങളുമായി പൂരം നടത്താൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. അത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. മറ്റൊന്ന്, ചികിത്സയിൽ കഴിയുന്നവരുമായി ബന്ധപ്പെട്ടാണ്. 4 പേരാണ് നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മൊത്തം 11 പേർ ചികിത്സയിലുണ്ട്. ഇവർക്ക് കൃത്യമായി തന്നെ ചികിത്സ ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. വലിയ ചികിത്സ ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്, കൃത്യമായ പരിചരണം ഇവർക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്